ഏപ്രിൽ 8-ന് സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുമ്പോൾ നാസ 3 റോക്കറ്റുകൾ അയക്കും. പെട്ടെന്ന് സൂര്യപ്രകാശം ഇല്ലാതാവുമ്പോൾ ഭൂമിയുടെ വായുമണ്ഡലത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് അറിയുക. അതാണ് ഈ വിക്ഷേപണത്തിന്റെ ലക്ഷ്യം. അപൂർവ പ്രകൃതി പ്രതിഭാസം എന്നതിനൊപ്പം പല പരീക്ഷണങ്ങൾക്കുമുള്ള അസുലഭ അവസരം കൂടിയാവുകയാണ് 8-ാം തീയതി നടക്കുന്ന സമ്പൂർണ്ണ സൂര്യഗ്രഹണം. അമേരിക്കയും കാനഡയും മെക്സിക്കോയും അടക്കമുള്ള പ്രദേശങ്ങളിൽ വരുന്ന ഏപ്രിൽ 8-ന് സമ്പൂർണ്ണ സൂര്യഗ്രഹണം സംഭവിക്കും. അപൂർവ പ്രകൃതി പ്രതിഭാസം എന്നതിനൊപ്പം പല പരീക്ഷണങ്ങൾക്കുമുള്ള അസുലഭ അവസരം കൂടിയാണിത്. പകലിനെ ഏതാനും നിമിഷങ്ങൾ രാത്രിയാക്കി മാറ്റുന്ന ഈ അപൂർവ പ്രതിഭാസത്തിനായി കാത്തിരിക്കുന്നവരിൽ അമേരിക്കൻ ബഹിരാകാശ ഏജൻസി നാസയുമുണ്ട്. സൂര്യഗ്രഹണത്തിന്റെ സമയത്ത് 3 റോക്കറ്റുകൾ വിക്ഷേപിക്കാനാണ് നാസയുടെ തീരുമാനം. വ്യക്തമായ ശാസ്ത്ര ലക്ഷ്യങ്ങളോടെയാണ് നാസ റോക്കറ്റുകൾ സൂര്യഗ്രഹണ സമയത്ത് വിക്ഷേപിക്കുന്നത്. പെട്ടെന്ന് സൂര്യപ്രകാശം ഇല്ലാതാവുമ്പോൾ നമ്മുടെ ഭൂമിയുടെ വായുമണ്ഡലത്തിന് എന്ത് സംഭവിക്കുന്നു എന്ന് അറിയുകയാണ് ഇതിൽ പ്രധാനം. പെട്ടെന്ന് സൂര്യവെളിച്ചം പിൻവാങ്ങുകയും ഇരട്ടു പരക്കുകയും ചെയ്യുന്നതോടെ അന്തരീക്ഷത്തിലെ ഊഷ്മാവ് പെട്ടെന്ന് താഴാറുണ്ട്. ഭൂമിയിലെ ജീവജാലങ്ങൾ പോലും സൂര്യഗ്രഹണ സമയത്ത് രാത്രി സമയത്തേതുപോലെ പ്രതികരിക്കാറുണ്ട്. സൂര്യഗ്രഹണം ഭൂമിയിൽ നടത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് ധാരണകളുണ്ട് എങ്കിലും അന്തരീക്ഷ പാളിയിൽ എന്ത് സംഭവിക്കുന്നു എന്നത് സംബന്ധിച്ച് വലിയ ധാരണകൾ ആർക്കുമില്ല. ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും ഉയരത്തിൽ 90 മുതൽ 500 കിലോമീറ്റർ വരെ ഉയരത്തിൽ നീണ്ടുകിടക്കുന്ന അയണോസ്ഫിയർ എന്ന പാളിയിൽ സൂര്യഗ്രഹണ സമയത്തുണ്ടാവുന്ന മാറ്റങ്ങളെക്കുറിച്ചാണ് നാസയുടെ റോക്കറ്റുകൾ പരിശോധിക്കുകയും വിവരശേഖരണം നടത്തുകയും ചെയ്യുക. സൂര്യനിൽ നിന്നുള്ള ശക്തമായ അൾട്രാ വയലറ്റ് കണികകൾ മൂലം അയണോസ്ഫിയറിലെ തന്മാത്രകൾക്ക് അയോണീകരണം സംഭവിക്കാറുണ്ട്. ഈ അന്തരീക്ഷ ഭാഗത്തിന് വൈദ്യുത ചാലകതയുണ്ട്. അന്തരീക്ഷ വൈദ്യുതി ഉണ്ടാക്കുന്നതിലും വിദൂര സ്ഥലങ്ങളിലേക്കുള്ള റേഡിയോ പ്രക്ഷേപണം സാധ്യമാക്കുന്നതിലും അയണോസ്ഫിയറിന് പങ്കുണ്ട്. ചെറിയ അലകളുള്ള കുളമായി അയണോസ്ഫിയറിനെ സങ്കല്പിക്കുകയാണെങ്കിൽ ആ കുളത്തിന് മുകളിലൂടെ പെട്ടെന്ന് ബോട്ട് ഓടിക്കുന്നതിന് തുല്യമായ മാറ്റങ്ങളാണ് സൂര്യഗ്രഹണത്തിന്റെ സമയത്ത് സംഭവിക്കുക. വളരെ വലിയ മാറ്റങ്ങൾ സൂര്യഗ്രഹണ സമയത്ത് ഭൂമിയുടെ ഈ അന്തരീക്ഷ പാളിയിൽ ഉണ്ടാവുന്നു എന്നാണ് MP റിഡിൽ എയറോനോട്ടിക്കൽ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ആരോ ബർജാത്തിയ പറഞ്ഞത്. സൂര്യഗ്രഹണത്തിന് മുൻപും സൂര്യഗ്രഹണ സമയത്തും സൂര്യഗ്രഹണം കഴിഞ്ഞും ഓരോ റോക്കറ്റ് വീതം വിക്ഷേപിക്കാനാണ് നാസയുടെ പദ്ധതി. റേഡിയോ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനുകളിൽ സൂര്യഗ്രഹണം മൂലമുണ്ടാവുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാനും ഈ റോക്കറ്റുകൾ ശേഖരിക്കുന്ന വിവരങ്ങൾ വഴി സാധിച്ചേക്കും. നാസയുടെ വെർജീനിയയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നാണ് വിക്ഷേപണം നടക്കുക. ഈ പ്രദേശത്ത് ഏപ്രിൽ 8-ന് സൂര്യഗ്രഹണ സമയത്ത് 81.4% സൂര്യപ്രകാശവും തടസ്സപ്പെടും എന്നാണ് കരുതപ്പെടുന്നത്. ഇതേ നാസ എഞ്ചിനീയർമാരുടെ സംഘം കഴിഞ്ഞ ഒക്ടോബറിലും ഇതുപോലെ തന്നെയുള്ള ഒരു പരീക്ഷണം നടത്തിയിരുന്നു. അന്ന് ചന്ദ്രൻ സൂര്യനിൽ നിന്നുള്ള 90% വെളിച്ചവും തടഞ്ഞ സമയത്തായിരുന്നു ഈ പരീക്ഷണം. പെട്ടെന്ന് സൂര്യപ്രകാശം കുറയുന്നത് മൂലം ഉണ്ടാവുന്ന അന്തരീക്ഷത്തിലെ മാറ്റങ്ങൾ മുഖേന റേഡിയോ സാറ്റലൈറ്റ് ആശയവിനിമയത്തിൽ തടസ്സങ്ങൾ ഉണ്ടായി എന്ന് അന്നത്തെ പരീക്ഷണത്തിൽ തെളിഞ്ഞിരുന്നു. ഇതിന്റെ തുടർച്ച ഏപ്രിൽ 8-നുള്ള പരീക്ഷണത്തിൽ ഉണ്ടാവുമെന്നാണ് നാസ സംഘം പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.